ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. കേരളം വിധിയെഴുതാൻ ഇനി 5 നാൾ. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലേക്ക് ദേശീയ നേതാക്കളുടെ വലിയ നിര. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഇന്ന് വിവിധ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത്. പരസ്യ പ്രചാരണത്തിന് 3 ദിവസം മാത്രം അവശേഷിക്കെ ആവേശത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ഒരുങ്ങി തിരുവല്ല. ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം തിരുവല്ലയിലെ സമ്മേളന സ്ഥലത്ത് എത്തും. പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ NDA ക്യാമ്പ്. ആലപ്പുഴയിൽ ആവേശം നിറച്ച് രാഹുൽ ഗാന്ധി. യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വിമർശനം. BJP CPM ഡീൽ ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. UDF മികച്ച വിജയം കൈവരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇടതുപക്ഷം ഇല്ലാതാകുമെന്നും രാഹുൽ ഗാന്ധി. FCRA ബിൽ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്നും ബില്ലിന്റെ ഭാഗമായി ഒരു നടപടിയും ഉണ്ടാകുകയില്ല എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക പരിഗണിച്ചാണ് നടപടിയെന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധികളെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നും അവരുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂവെന്നും കേന്ദ്രമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന് കാട്ടി പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ പരാതി നൽകി മഹിളാമോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ബലാത്സംഗങ്ങളെ വ്യക്തിപരമായി ചിത്രീകരിക്കുക വഴി ബലാത്സംഗത്തിൽ അകപ്പെട്ട ഇരകളെയും സ്ത്രീത്വത്തെയും അവഹേളിച്ചെന്നാണ് ആരോപണം. ഇതിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നിയമവിരുദ്ധമായാണ് അറസ്റ്റ് നടന്നത് എന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ. രഞ്ജിത്ത് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. പാലക്കാട് ദളിത് യുവതിക്ക് എതിരായ പീഡനക്കേസിൽ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മണ്ണാർക്കാട് SC/ST കോടതി 6-ാം തീയതി വിശദമായി വാദം കേൾക്കും. ഒളിവിൽ കഴിയുന്ന പ്രശോഭ് വത്സനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രശോഭനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് BJPയുടെ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ DGPയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ബംഗാളിലെ മാൾഡയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് ആണെന്ന് പോലീസ്. സഹായത്തിനായി ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല എന്നും ഇതുവരെ 35 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ NIA പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. F-15A-10 വിമാനങ്ങളാണ് തകർന്നത്. F-15 വിമാനമാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. ഇതിലെ പൈലറ്റിനെ അമേരിക്ക രക്ഷപ്പെടുത്തി. ഇതേ വിമാനത്തിലെ സൈനിക ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിലെ ഒരു സൈനികനെ രക്ഷപ്പെടുത്തി. മറ്റ് 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. വിമാനത്തിലെ പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അമേരിക്കയുടെ 2 സൈനിക ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ വിഷമദ്യ ദുരന്തം. 5 പേർ മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേർ അറസ്റ്റിൽ. ബുധനാഴ്ച മുതലാണ് ജില്ലയിലെ തുർക്കൗലിയ രഘുനാഥ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. 9 പേർ നിലവിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 6 പേർക്ക് വിഷമദ്യം കഴിച്ച് കാഴ്ച നഷ്ടപ്പെട്ടതായും വിവരം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.